നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 83. അവൾ അപ്പോഴും അവനെത്തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവനൊന്ന് തന്നെയൊന്ന് നോക്കിക്കൂടെ എന്നൊരു ചിന്തയിൽ. അവനപ്പോഴും അമ്മയോടും അർജുനോടും സംസാരിക്കുകയായിരുന്നു. വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അവരോട് അത്രത്തോളം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അവനെയും നോക്കി അവളങ്ങനെ നിന്നു. തിരിച്ചൊരു നോട്ടം മാത്രം പ്രതീക്ഷിച്ച്. പക്ഷെ അതുണ്ടായില്ല. പുറകിൽ നിൽക്കുന്ന തൻ്റെ ഭാര്യയെ അവൻ കണ്ടില്ല എന്ന് തന്നെ പറയാം. ഡാ മതി, ഇനി ബാക്കി സംസാരമൊക്കെ ഫുഡ് കഴിച്ചിട്ട്. എനിക്കാണെങ്കിൽ ഉടുക്കത്ത വിശപ്പ്. വന്നേ, എടുത്തു വെച്ചമ്മേ, അർജുൻ പറഞ്ഞു. അയ്യോ ഏട്ടാ, ഞാൻ പറഞ്ഞല്ലോ ഞാനില്ല. അതെന്താടാ? ഞാൻ ഫുഡ് കഴിച്ചിട്ടാ വന്നേ. അതല്ലേ ഞാൻ പറഞ്ഞേ, ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നെന്ന്. ഹൗസ്ഫുള്ളാണ്, ഇനി ഒരിഞ്ച് പോലും സ്ഥലമില്ല വയറിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ കഴിക്കാനില്ല, നിങ്ങൾ കഴിക്കേ. അമ്മയും ദീപയും മീനുവും ഒന്ന് നെട്ടി. അമ്മയും ദീപയും മീനുവിനെ ഒന്ന് നോക്കി. അവളുടെ മുഖം നന്നായി വാടിയിരിക്കുകയാണ്. അവൾ ഇത്രയൊക്കെ ഭക്ഷണം ഇവന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ടും അത് കഴിക്കാൻ അവൻ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരല്പം വിഷമം അവൾക്കുണ്ടായി കാണുമെന്ന് ദീപയ്ക്കും അമ്മയ്ക്കും മനസ്സിലായി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മ ജയ്യോട് പറഞ്ഞു, അല്ല മോനെ, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയായിരുന്നു. ഞാനത് അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. പറയും പോലെ അമ്മ ഫോൺ എടുത്തില്ലായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു. പിന്നെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു അമ്മയ്ക്ക്, ഞാൻ കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അമ്മ ഇതുവരെ അത് നോക്കിയില്ലായിരുന്നോ? അമ്മയോട് ജയ് ചോദിച്ചു. അത് ഞാൻ ഫോൺ എവിടെയാണ് വെച്ചതെന്ന് ഓർക്കുന്നില്ല. ഞാൻ കഴിച്ചിട്ട് അമ്മ വന്ന്. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, നിങ്ങൾ കഴിക്ക്. ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ വേണമല്ലോ, അവൻ പറഞ്ഞു. അത് മോളെ, അതെ, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതല്ലേ. മോന് വേണ്ടി ഒരുപാട് സ്പെഷ്യലും ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയെങ്കിലും ഒന്ന് ഇരിക്ക്, കുറച്ചെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടെങ്കിലും നോക്കിക്കൂടെ, അമ്മ വീണ്ടും ജയ്യെ നിർബന്ധിച്ചു. അതമ്മ കൂടെ വേണമെങ്കിൽ ഇരിക്കാം, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റത്തില്ല. അമ്മയ്ക്കറിയാലോ, ഞാൻ ഒരുപാട് കഴിക്കുന്ന ടൈപ്പല്ല. പിന്നെ എനിക്ക് വേണ്ടി എന്തിനാ ഒരുപാട് ഉണ്ടാക്കുന്നത്? ഇത് ഞാൻ അമ്മയോട് എപ്പോഴും പറയാറില്ല അല്ലേ, ജയ് വീണ്ടും ചോദിച്ചു. അപ്പോഴും തല താഴ്ത്തി നിൽക്കുകയായിരുന്നു മീനു. തൻ്റെ സങ്കടങ്ങൾ ആരോട് പറയണം എന്നവൾക്കറിയില്ലായിരുന്നു, എന്ത് ചെയ്യണമെന്നും. ഇത്രയും ഒരുങ്ങി നിൽക്കുന്ന തന്നെ ഇതുവരെ അവൻ ശ്രദ്ധിച്ചിട്ടില്ല, ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. അതുമാത്രമല്ല, താൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം അവൻ കഴിക്കില്ല എന്നാണ് പറയുന്നത്. മീനുവിന് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ചുറ്റും നിൽക്കുന്ന അമ്മയെയും ദീപേച്ചിയെയും അർജുനെയും നോക്കിയത് കൊണ്ട് അവൾ തല താഴ്ത്തി. സങ്കടം അത്രത്തോളം അവളിൽ ഉണ്ടായിരുന്നു. മീനുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ദീപയും ജയ്യെ നിർബന്ധിച്ചു. എടാ, ഇന്ന് ഞങ്ങൾ ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയതാടാ, നീ കുറച്ചെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യ്. വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇത്രയും നേരം നിന്നെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നല്ലേടാ, പ്ലീസ് ഡാ, ദീപ വീണ്ടും ജയ്യെ നിർബന്ധിച്ചു. വാ അളിയാ, ഇങ്ങനെ ജാട പിടിക്കാതെ. എനിക്ക് വേണ്ടാത്തോണ്ടാ. കുറച്ചെങ്കിലും കൂടെ കഴിക്കടാ, വാ. അവർ ഇത്രയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ വാടാ. ജയ്യെ നിർബന്ധിച്ചുകൊണ്ട് അർജുനും അമ്മയും കൂടെ കൂട്ടി. അവരുടെ നിർബന്ധത്തിന് മുന്നിൽ വേറൊരു വഴിയില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ഡൈനിങ് ടേബിളിലെത്തി. എല്ലാം റെഡിയാണ്. ഡൈനിങ് ടേബിളിന് മുമ്പിൽ റെഡിയായ ഭക്ഷണം കണ്ട് ജയും അർജുനും ഒന്ന് നെട്ടി. എൻ്റെ അമ്മോ, ഇതെന്താ ടേബിൾ മൊത്തം ഉണ്ടല്ലോ, എന്തിനാ ഇത്രയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നേ? കണ്ടയുടൻ അർജുൻ ചോദിച്ചു. ഞാനതേ ചോദിക്കാൻ വന്നേ, എന്തിനാ അമ്മ ഇത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്? വേറെ ആരെങ്കിലും വരുന്നുണ്ടോ കഴിക്കാൻ? അത് പിന്നെ ഇന്ന് ഉണ്ടാക്കിപ്പോയി. നിങ്ങളിരിക്ക്, നിങ്ങൾക്ക് വേണ്ടത് കഴിക്കാമല്ലോ. കൂടുതലായിട്ടൊന്നും അമ്മ പറഞ്ഞില്ല. ഇരിക്ക്, നിർബന്ധിച്ചുകൊണ്ട്
അർജുനെയും ജയെയും ഭക്ഷണം കഴിക്കാനിരുത്തി. മീനു, നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ, ഭക്ഷണം വിളമ്പ്, അമ്മ മീനുവിനോടായി പറഞ്ഞു. മീനു എന്നുള്ള പേര്, അതാണ് ജയ് കേട്ടത്. അവൻ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി. മീനു, ഇവളോ? തല താഴ്ത്തി കൂടെ നിൽക്കുന്ന മീനുവിനോടായി അമ്മ അത് പറഞ്ഞപ്പോഴാണ് മീനു തലയൊന്നുയർത്തിയത്. അപ്പോഴാണ് ജയ് മീനുവിനെ ശ്രദ്ധിച്ചതും. ഇവളെന്താ ഈ ഒരു ലുക്കിൽ? വല്ല ഫങ്ഷൻ ഉണ്ടായി കാണും, അതാ ചിലപ്പോൾ താഴെ, അവൻ മനസ്സിൽ പറഞ്ഞു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വാ, ഇരിക്ക്. അർജുൻ മീനുവിനെ കണ്ടയുടൻ വിളിച്ചു. മോളെ, നീ ജയ്ക്ക് വിളമ്പ്, അമ്മ മീനുവിനെ ഒരിക്കൽ കൂടി നിർബന്ധിച്ചു. മീനു താൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഏതായിരിക്കും ഇവൻ ഇഷ്ടം എന്നതായിരുന്നു പിന്നീടുള്ള മീനുവിൻ്റെ ചിന്ത. വയറ് നിറഞ്ഞതുകൊണ്ട് തന്നെ അവൻ ഒരുപാടൊന്നും കഴിക്കില്ല. അവന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തായിരിക്കും? ഇതിപ്പോൾ ഇവനോട് ചോദിക്കാനും പറ്റില്ല. മീനു ആകെ കൺഫ്യൂഷനിലായി. അപ്പോഴാണ് താൻ ഉണ്ടാക്കിയ ചെമ്മീൻ മസാലയെക്കുറിച്ച് അവൾ ഓർത്തത്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ആദ്യം അത് തന്നെ വിളമ്പാമെന്ന് അവൾക്ക് തോന്നി. അവൾ പ്ലേറ്റിലേക്ക് അത് വിളമ്പാൻ തുടങ്ങിയതും, അയ്യോ വേണ്ട, അവൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ചെമ്മീൻ കഴിക്കാറില്ല, മീനുവിനോടായി ജയ് പറഞ്ഞു. ഒരു നിമിഷം വീണ്ടും മീനുവിൻ്റെ മുഖത്ത് നിരാശ പടർന്നു. താൻ പറഞ്ഞത് അവൾക്കിഷ്ടപ്പെട്ടില്ല എന്ന് അവന് മനസ്സിലായി. അവൻ മനസ്സുകൊണ്ട് പറഞ്ഞു, ഈ ടേബിളിൽ ഇത്രയൊക്കെ വിഭവങ്ങളുണ്ട്, എന്നിട്ട് കൃത്യമായിട്ട് എനിക്കിഷ്ടപ്പെടാതെ തന്നെ വിളമ്പിയ ഇവളോട് ഞാൻ പിന്നെ എന്താ പറയണ്ടേ? ജയ് മനസ്സിൽ പറഞ്ഞു. എന്താ മീനു ഇത്, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടേ? ദീപ ഒന്ന് കളിയാക്കി ചിരിച്ചു. കഴിക്കാതെ തന്നെ വിളമ്പിക്കൊടുത്ത വയറ് നിറഞ്ഞൊരുത്തൻ കഴിക്കൂ മീനു? മീനു ചമ്മിയെന്ന് അവന് മനസ്സിലായി. അവൾ പിന്നീട് ഒന്നും പറഞ്ഞില്ല, അങ്ങനെ തന്നെ നിന്നു. മോളെ, വേറെന്തെങ്കിലും വിളമ്പ്, നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനാ? അമ്മ വീണ്ടും മീനുവിനെ നിർബന്ധിച്ചു. ഇവന് ഏതായിരിക്കും ഇഷ്ടം? അപ്പോഴും അവളുടെ മനസ്സിൽ വീണ്ടും അതേ ചോദ്യം തന്നെ. അവൾ ചിക്കൻ കറി എടുത്തു. ചിക്കൻ കറി വിളമ്പാൻ അവൾ ഒരുങ്ങിയപ്പോൾ ജയ് മനസ്സിൽ പറഞ്ഞു, എൻ്റെ കർത്താവ്, ഇവൾക്ക് വേറെന്തെങ്കിലുമൊക്കെ വിളമ്പിക്കൂടെ? ഒന്നും പറയണ്ട, അതാ നല്ലത്, പറഞ്ഞ ഇവളുടെ മുഖം വാടുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ മറുപടി അമ്മ പറഞ്ഞു, മോളെ അത് വേണ്ട, അവന് ചിക്കനേക്കാളും ഇഷ്ടം ബീഫാണ്, അവനെന്തായാലും ഒരുപാട് കഴിക്കില്ല, അതുകൊണ്ട് നീ ബീഫ് വിളമ്പ്, അമ്മ പറഞ്ഞു. മീനുവിൻ്റെ മുഖത്ത് വീണ്ടും നിരാശ പടർന്നു. അത് ജയ് ശരിക്കും ശ്രദ്ധിച്ചു. പിന്നീട് ജയ്ക്ക് ബീഫ് കറി അവൾ വിളമ്പി. വാ, നീ ഇവിടെ ഇരിക്ക്, അർജുൻ മീനുവിനെ വിളിച്ചിരുത്തി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി. താൻ ചെമ്മീൻ കഴിക്കില്ല എന്ന് പറഞ്ഞതിന് ഇവൾക്ക് എന്തിനാണ് ഇത്രയും ദേഷ്യം വരുന്നത്? ജയ്ക്ക് കാര്യം മനസ്സിലായില്ല. അവളുടെ മുഖം വാടിയത് മാത്രം അവന് മനസ്സിലായി. തല താഴ്ത്തി തന്നെയാണ് അവൾ ഭക്ഷണം കഴിക്കുന്നതെന്നും അവന് മനസ്സിലായി. അല്ലമ്മേ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആണോ? അല്ലമ്മേ, എന്താ ഇനി ഇത്രയൊക്കെ ഐറ്റം ഉണ്ടാകാൻ കാരണം? അല്ല, ഇത്രയും വിശാലമായിട്ട് ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് ഒരുപാടുണ്ടല്ലോ. ആ, ഇന്ന് ഒരു പ്രത്യേക ദിവസമായിരുന്നു, അത് പ്രമാണിച്ചു ഉണ്ടാക്കിയതാ, ദീപയാണ് മറുപടി പറഞ്ഞത്. എന്ത് പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുള്ളത്?
"ആ, അല്ല മോനെ, ഭക്ഷണം എങ്ങനെയുണ്ട്?" ജയ്യോടായി അമ്മ ചോദിച്ചു. ആം, വയറ് നിറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല അമ്മേ. അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ല. അത് പിന്നെ ഭക്ഷണത്തിന് രുചിയേറണമെങ്കിൽ വിശപ്പുണ്ടാകുമ്പോൾ കഴിക്കണം എന്ന് പറയാറില്ലേ അമ്മേ. അതുകൊണ്ടായിരിക്കും. ഞാൻ കഴിച്ചിട്ട് വന്നതല്ലേ. അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് ഇതിനില്ല എന്നവൻ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. അമ്മ മീനുവിനെ ഒന്ന് നോക്കി. ദീപയും ഇന്ന് ഭക്ഷണമുണ്ടാക്കിയത് മീനുവാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇന്നെന്താ ഇത്രയും വിഭവങ്ങൾ? ഇന്നെന്താ സ്പെഷ്യൽ ഡേ? അർജുൻ വീണ്ടും ചോദിച്ചു. അത് ഇന്നൊരാള് അവളുടെ ഭർത്താവിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ദീപയാണ് അതിന് മറുപടി പറഞ്ഞത്. ഏ, നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നോ? ദീപയോട് അർജുൻ ചോദിച്ചു. ഇവൾ അടുക്കളയൊക്കെ കയറാൻ തുടങ്ങിയോ അമ്മേ? അയ്യോ, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുള്ള സ്നേഹമൊന്നും വേണ്ട. ദീപ അതിന് മറുപടിയും കൊടുത്തു. പിന്നെ ഇന്ന് അവളുടെ ഭർത്താവ് വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ പെങ്ങളുണ്ടാക്കിയതാ. ഈ കാണുന്ന എല്ലാം ഉച്ചയ്ക്ക് മുമ്പേ തുടങ്ങിയതാ. ഇപ്പോഴാ അടുക്കളയിൽ നിന്ന് കയറി വന്നത്. അതും തനിച്ച്, ഒറ്റയ്ക്ക്, ഒരാളുടെ സഹായം പോലും ഇല്ലാതെ. നിങ്ങളുടെ പെങ്ങള് ഇത്രയും നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കിയത്. എൻ്റെ ഒരു അറിവിൽ അവൾ ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടില്ല. പക്ഷെ അവൾ ശരിക്കും ഞെട്ടിച്ചു. വിചാരിച്ച പോലൊന്നും അല്ലമ്മേ, ഒടുക്കത്തെ ടേസ്റ്റാ എല്ലാത്തിനും. ദീപ പറഞ്ഞു നിർത്തി. ജയ് ശരിക്കും ഒന്ന് നെട്ടി. മീനു തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയെന്നോ? അതും ഇത്രയും വിഭവങ്ങൾ? വെറുതെയല്ല അവളുടെ മുഖം വാടിയതെന്ന് അവന് മനസ്സിലായി. ജയ്ക്ക് പിന്നീട് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. അവൻ മിണ്ടാതിരുന്നു. ഓ, അങ്ങനെ. അപ്പം മീനു, നിന്റെ വകയായിരുന്നോ ഇത്? വെറുതെ അല്ലടി, ഒടുക്കത്ത ടേസ്റ്റ്. നിനക്ക് അപാര കൈപ്പുണ്യം തന്നെ, അർജുൻ പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കടി. എപ്പോഴും ഈ ജാനേച്ചി അമ്മ ഉണ്ടാക്കുന്നത് തന്നെയല്ലേ ഞങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാക്കിക്കൂടെ? അർജുൻ ചോദിച്ചു. അതിന് മറുപടിയായി മീനു ഒന്നും പറഞ്ഞില്ല. ഉള്ളിൽ കടിച്ചമർത്തി നിൽക്കുന്ന ദേഷ്യവും സങ്കടവും നിരാശയും അവൾക്കുണ്ട്. പ്രതികരിക്കാൻ അവൾക്ക് നന്നായി അറിയാമായിരുന്നിട്ട് പോലും അവൾ മിണ്ടാതിരുന്നു. ഇവരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് അവൾക്ക് തോന്നി. അവൾ ജയ്യെ ഒന്ന് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ നിന്ന് ജയ്ക്ക് കാര്യം മനസ്സിലായി. ദേഷ്യം കടിച്ചമർത്തി പിടിച്ചിട്ടുള്ള അവളുടെ ആ നോട്ടം. ജയ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. ആ, അല്ല മീനു, ഇത്രയും ഭക്ഷണം നീ ഒറ്റയ്ക്കുണ്ടാക്കിയാന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ വയ്യ, അർജുൻ പറഞ്ഞു. സത്യം, അവൾ ഒറ്റയ്ക്കുണ്ടാക്കിയതാ. ഉച്ചയ്ക്ക് മുമ്പേ തുടങ്ങിയതാ, ദീപ വീണ്ടും പറഞ്ഞു. കണ്ടുപഠിക്കടി. സ്നേഹമുള്ള ഭാര്യമാരൊക്കെ അങ്ങനെയാ, അല്ലാതെ നിന്നെപ്പോലെയല്ല. അർജുൻ ദീപയ്ക്ക് നൽകിയ മറുപടിയായിരുന്നു അത്. നീ എപ്പോഴെങ്കിലും എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓ, ഇനി എൻ്റെ മെക്കെട്ട് കയറണ്ട. പെങ്ങൾ ഒരു ദിവസം ചെയ്തെന്ന് വെച്ച്. ആ, ഏതൊരാണിനും കാണില്ലേ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. നിന്റെ കാര്യത്തിൽ ഇതുവരെ നടന്നിട്ടില്ല അല്ലേ അമ്മ? ഓ, ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. മതി മതി, ഇനി രണ്ടും കൂടി തുടങ്ങണ്ട. അല്ല അമ്മ, പറയുന്ന കേട്ടാ ഇതുവരെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതെ പോലെയുണ്ട്. പോട്ടെ, നീ ഒന്ന് അടങ്ങ്, ദീപയോടായി അമ്മ പറഞ്ഞു. എൻ്റെ പെങ്ങളെ കണ്ട് പഠിക്കടി. കണ്ടോ അവൾ എന്ത് സുന്ദരിയായിട്ടായിരിക്കുന്നേ. അല്ല മോളെ, നീ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ നീ ഇത് എവിടെ പോകാൻ വേണ്ട ഇത്രയും ഒരുങ്ങിയത്? സംശയത്തോടു കൂടി അർജുൻ ചോദിച്ചു. അതവളുടെ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങിയതാ, അമ്മയാണ് അതിന് മറുപടി പറഞ്ഞത്. ജയ്യെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അവളുടെ ഒരുക്കം.
അതുകൂടി കേട്ടതോടുകൂടി ജയ് വല്ലാത്തൊരവസ്ഥയിലായി. ഇവരെന്തൊക്കെ പറയുന്നത്? എനിക്ക് വേണ്ടി അവൾ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയെന്നോ? എന്നെ കാണിക്കാൻ വേണ്ടി അവൾ ഇത്രയും ഒരുങ്ങിയെന്നോ? എന്നാലും എന്തിന്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ജയുടെ നെട്ടലൊന്നും മാറിയില്ല. ജയ് വീണ്ടും മീനുവിനെ ഒന്ന് നോക്കി. മീനു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഡാ അളിയാ, നീ ഭാഗ്യവാനാടാ. ഇതുപോലൊരു പെണ്ണിനെയല്ലേ നിനക്ക് കിട്ടിയത്. ജയ്യെ കൈകൊണ്ട് തട്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞു. നിനക്ക് വേണ്ടി ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, നിനക്ക് വേണ്ടി ഒരുങ്ങി ഇത്രയും കാത്തിരിക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയ നീ ഭാഗ്യവാൻ തന്നെയാടാ. എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയലടാ. സ്നേഹിച്ചാൽ ഇവളെ കഴിഞ്ഞിട്ടേ പിന്നൊരാൾ അക്കാര്യത്തിൽ ജയിക്കുള്ളൂ. അമ്മാതിരിയാ ഇവളുടെ സ്നേഹം. വീർപ്പ് മുട്ടിച്ച് നമ്മളെ കൊല്ലൂന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സ്നേഹം. അതാ ഇവള്. അർജുൻ പെങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പെങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിന് വേറൊരാൾ മുന്നിൽ നിന്നിട്ട് ജയിക്കാൻ പറ്റില്ല. ഈ ദീപയൊക്കെ നീ നോക്കിയേ, എൻ്റെ പെങ്ങളുടെ 7 അയലത്തെത്തുവോ? ദീപയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർജുൻ അങ്ങനെയൊരു ചോദ്യം ചോദിച്ചു. മീനുവിന് ഏറെ സന്തോഷമായി അർജുൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും. പക്ഷേ ദീപയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ദീപയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം പെട്ടെന്ന് തന്നെ ജയ് മനസ്സിലാക്കി. അതെ, എൻ്റെ പെങ്ങളെ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ. ജയ്യാണ് മറുപടി പറഞ്ഞത്. എൻ്റെ പെങ്ങൾക്ക് എന്താ കുറവ്? എൻ്റെ പെങ്ങള് നല്ല സുന്ദരി തന്നെയാണ്. അർജുനേട്ടന് ഇതിനേക്കാളും സുന്ദരിയായ പെണ്ണെയൊന്നും കിട്ടില്ല. അർജുനേട്ടൻ്റെ സൗന്ദര്യത്തിനൊത്ത് എൻ്റെ പെങ്ങളുണ്ട്. ദീപയ്ക്ക് സപ്പോർട്ടുമായി ജയ് എത്തി. അതാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. എന്നെക്കുറിച്ച് പറയുമ്പോൾ ചോദിക്കാനും പറയാനും എനിക്ക് ആളുണ്ടെന്ന് കൂടി ഓർമ്മ വേണം. എൻ്റെ ആങ്ങളയുണ്ട്, മറക്കരുത്. ദീപയാണ് അങ്ങനെയൊരു മറുപടി അർജുന് നൽകിയത്. ഇപ്പം നിങ്ങൾ ആങ്ങളെയും പെങ്ങളും, ഞാൻ പുറത്ത്. അതെ, നിങ്ങൾ ആങ്ങളും പെങ്ങളും തന്നെയല്ലേ. എനിക്കും ചോദിക്കാൻ ആങ്ങളയുണ്ടെന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ദീപ പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാനൊന്നും പറഞ്ഞില്ല. അതാ നല്ലത്, അത് തന്നെയാണ് നല്ലത്. അല്ലാതെ എൻ്റെ പെങ്ങളെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. ജയ് ദീപയ്ക്ക് സപ്പോർട്ടുമായി വീണ്ടും സംസാരിച്ചു. മീനുവിൻ്റെ ഹൃദയം മുറിച്ചുകൊണ്ടുള്ള ജയ്യുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും. ആദ്യം ഇത്രയും നേരം അവൻ തന്നെ ശ്രദ്ധിച്ചില്ല എന്നതായിരുന്നു മീനുവിൻ്റെ നെഞ്ചിൽ. അതിനുശേഷം താൻ ഉണ്ടാക്കിയ ഭക്ഷണം അമ്മയുണ്ടാക്കിയ ഭക്ഷണത്തോളം വരില്ല എന്നുള്ള അവൻ്റെ കമൻറ്റ്. ഇപ്പോൾ തന്നേക്കാൾ സുന്ദരി ദീപേച്ചിയാണെന്നുള്ള അവൻ്റെ വാദം. എല്ലാം കൂടി മീനുവിന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എണീറ്റു പോവാൻ മീനു വല്ലാണ്ട് ആഗ്രഹിച്ചു. ഉള്ളിൽ അലയടിക്കുന്ന ദേഷ്യം ആ ടേബിൾ മേശയിൽ കടിച്ചമർത്താൻ അവൾ നന്നേ പാടുപെട്ടു. നിരാശയുടെ കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴരുതേ എന്നവൾ പ്രാർത്ഥിച്ചു. വീട്ടുകാരോടൊപ്പമുള്ള ഈ ഭക്ഷണം കഴിക്കൽ ഇനി വേണ്ട എന്ന് പോലും അവൾ തീരുമാനിച്ചു. കടിച്ചമർത്തി പിടിക്കുന്ന ദേഷ്യവും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലും അവൾ തൻ്റെ പ്ലേറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കരുതേ എന്നവൾ ആഗ്രഹിച്ചു. ദീപയും അമ്മയും ജയ്യും അർജുനും അവരുടെ സംസാരവും വിശേഷങ്ങളും മുന്നോട്ടു പോയി. ഇടയ്ക്കിടയ്ക്ക് മീനുവിനെ ജയ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ടെന്നും അവളുടെ കണ്ണുനീർ ഇറ്റി വീഴാൻ കൊതിക്കുന്ന ഒരു കണ്ണുനീർ തുള്ളിയുണ്ടെന്നും ജയ് മനസ്സിലാക്കി. എന്തായിരിക്കും കാരണമെന്നായിരുന്നു അവൻ്റെ ചോദ്യം. തനിക്ക് വേണ്ടി എന്തിനാണ് അവൾ ഇത്രയും ഭക്ഷണമുണ്ടാക്കിയത്? തനിക്ക് വേണ്ടി അവൾ ഒരുങ്ങിയെന്ന് പറയുന്നത് സത്യമാണോ? എന്തായിരിക്കും അവളുടെ മനസ്സിൽ? ജയ് ആ സമയത്തും ആലോചനയിലായി. പെട്ടെന്ന് തന്നെ അതിനുള്ള ഉത്തരം അവളിന് കിട്ടി. അവൾ അന്ന് പറഞ്ഞ ആ വാചകം, അമ്മയ്ക്ക് മുന്നിൽ താൻ നല്ലൊരു ഭാര്യയാണെന്ന് തെളിയിച്ചു കൊടുക്കും. ഇന്നു മുതൽ നല്ലൊരു ഭാര്യയാവാനുള്ള അഭിനയം അവൾ തുടങ്ങുകയാണെന്ന്. ഓർത്തെടുത്ത ആ ഉത്തരത്തിൽ നിന്ന് കാര്യം അവന് പിടികിട്ടി. അമ്മയെ കാണിക്കാൻ വേണ്ടി അവൾ തനിക്ക് നല്ലൊരു ഭാര്യയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള അഭിനയം, അതാണ് അവൾക്കുണ്ടായത്. അതിനു വേണ്ടിയാണ് അവൾ ഇതൊക്കെ ചെയ്തത് എന്നവന് മനസ്സിലായി.
കൂടുതൽ സമയം അവിടെ നിൽക്കണ്ട എന്നും അവന് തോന്നി. അതെ, ഞാൻ എണീക്കാം, നിങ്ങൾ കഴിക്കൂ, എനിക്ക് മതി. ഇതും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റു. അവനൊന്ന് എണീറ്റ് പോവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മീനു. അവിടെ നിന്ന് എണീറ്റ് പോവാൻ. "ആ, എനിക്ക് മതി." കൂടുതലൊന്നും പറയാതെ മീനു അവിടെ നിന്ന് എണീറ്റു. ജയ് ശ്രദ്ധിച്ചു. അവൾ തിരിഞ്ഞു പോലും നോക്കാതെ അടുക്കളയിലേക്ക് പോയി. എന്തായിരിക്കും അവൾക്ക് വന്ന ദേഷ്യത്തിൻ്റെ കാരണമെന്ന് അവൻ അപ്പോഴും ചിന്തിച്ചു. അത് ഓർത്ത് അവനിങ്ങനെ ഹാളിലിരുന്നു. സങ്കടം കടിച്ചമർത്തി അടുക്കളയിലെത്തിയ മീനു പെട്ടെന്ന് തന്നെ തൻ്റെ ബാത്റൂമിലേക്ക് ഓടി. അവൾ തൻ്റെ സങ്കടങ്ങൾ കടിച്ചമർത്തുകയായിരുന്നു ഇത്രയും നേരം. ബാത്റൂമിൽ അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ നൽകിയ അവഗണനകൾ അവൾക്ക് ചെറുതായി തോന്നിയില്ല. ഇത്രയും ഒരുങ്ങി നിന്ന് തന്നെ ഒന്ന് പരിഗണിക്കുക പോലും അവൻ ചെയ്തില്ല. അതുമാത്രമല്ല, ഇത്രയും നേരം താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും അവനത് ടേസ്റ്റില്ല എന്ന് പറഞ്ഞു. അതിന് കൂടാതെ തന്നേക്കാൾ സുന്ദരി ദീപേച്ചിയാണെന്നുള്ള അവൻ്റെ കമൻറ്റും അതുകൂടി ആയതോടെ മീനു ഇത്രയും ഒരുങ്ങി നിന്ന തന്നേക്കാൾ സൗന്ദര്യം ദീപേച്ചിക്കുണ്ടെന്നോ? അതവൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വാക്കായിരുന്നു. അവളുടെ മനസ്സിൽ അനാവശ്യമായുള്ള ചിന്തകൾ കാടുകയറി. ഓരോന്നും ഓർത്തോർത്ത് അവൾ തേങ്ങി. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.